കരയാൻ മാത്രം എന്തുണ്ടായി? ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. എളിമയെ എതിർക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോ എന്നെ മറക്കാമെന്ന്? എനിക്ക് പറ്റില്ല. നമ്മൾ തനിയെ നിന്ന് സംസാരിക്കുന്നത് കണ്ടാൽ ആരും ഗുണദോഷിക്കും. അത് കാര്യമാക്കണ്ട. ഈ ബന്ധം ശരിയല്ലെന്ന് പറഞ്ഞ് താക്കീത് ചെയ്തു. അതെന്താ അങ്ങനെ? ലോകത്തിൽ ആണും പെണ്ണും കാണുന്നതും സംസാരിക്കുന്നതും സാധാരണല്ലേ? എനിക്ക് സുശീലനെ മറക്കാൻ പറ്റില്ല. എളിമയെ ധിക്കരിക്കാനും പറ്റില്ല. ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കണം. സുശീലേട്ടൻ പോകുന്നതിന് മുൻപ് തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ നിന്നെ എനിക്ക് വേണം. ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. പക്ഷേ സുദേവനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെങ്ങനെ പറയുമെന്നാണ് എന്നെ വിഷമിപ്പിക്കുന്ന കാര്യം. നമ്മൾ ഇഷ്ടപ്പെട്ടത് തെറ്റാണോ? ഒന്ന് സംസാരിച്ചത് കുറ്റമാണോ? വിഷമിച്ചിട്ട് കാര്യമില്ല. എല്ലാം സാവധാനം ശരിയാക്കാം. നോക്കിയോളൂ. മനോഹരമായിരിക്കുന്നു. സുധി, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. എല്ലാം ഞാൻ കേട്ടു. നീ വിചാരിക്കുന്നത് പോലെ. എന്നാലും നീ എന്നോട് ചെയ്തല്ലോ. നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്ന് ഞാൻ പറയില്ല. എനിക്ക് ദീപയോട് നന്നായടാ, സന്തോഷമായി. ഇതിൽ പരം നല്ലൊരു ബന്ധം എന്റെ അനിയത്തി കിട്ടുമോ? അതല്ല, എനിക്ക് നിന്നോട് മറ്റൊരു. അറിയാം നീ പറയാൻ പോകുന്നത് സോറി, പറ്റിപ്പോയി, ക്ഷമിക്കണം എന്നൊക്കെയല്ലേ. എനിക്ക് പറയാനുള്ളത് നീ ശ്രദ്ധിച്ച് കേൾക്ക്. ഞങ്ങളെ പിരിക്കരുത്, വിവാഹം കഴിച്ചു തരണം എന്നല്ലേ? അത് ഞാൻ ഏറ്റു. നീ കാര്യം മനസ്സിലാക്കി സംസാരിക്കേ. ഒക്കെ മനസ്സിലായി. നിന്റെ വീട്ടുകാരുടെ സമ്മതം അതും ഞാൻ ഏറ്റു. നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. എന്റെ അനിയത്തിയുടെ സന്തോഷമാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം. എളമേ, കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് ആ ചടങ്ങ് നടത്തുന്നതല്ലേ ബുദ്ധി. ഏത് ചടങ്ങ്? ദീപയും സുശീലുമായിട്ട് വിവാഹം. എല്ലാം അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞോ? എന്റെ തീരുമാനമല്ലല്ലോ മുഖ്യം. പിന്നെ അവരുടെ തീരുമാനമാണോ? ഇളയമ ഇങ്ങനെ എവിടെയും തൊടാതെ പറഞ്ഞാൽ എങ്ങനെയാ? മക്കൾക്ക് പ്രായമായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാതാപിതാക്കൾക്കറിയാം. അതാണ് പറയുന്നത്. ഇളയമയുടെ അനുവാദത്തോടെ വേണം ഇത് നടക്കാൻ. എനിക്ക് ഈ ബന്ധത്തോട് തീരെ താല്പര്യമില്ല. അങ്ങനെ പറയരുത്. എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണ് സുശീൽ. അത് നിനക്ക് തോന്നുന്നതാണ്, കൂട്ടുകാരനായതുകൊണ്ട്. എനിക്ക് വലുത് ദീപയുടെ ഭാവിയാണ്. അതിനെ യോജിച്ചവനാണ് സുശീൽ. അച്ഛൻ സ്ഥലത്തില്ലല്ലോ, വരട്ടെ, അതിനുശേഷം ആലോചിക്കാം. മതി, ഇളയമ എതിര് നിൽക്കാതിരുന്നാ മതി. സുശീൽ, അപ്പോ എന്നെ പേരെടുത്ത് വിളിക്കാൻ അറിയാം. എന്താ നിന്റെ മനസ്സിലിരിപ്പ്?
എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യുക. അത് നടക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. എന്റെ ഉദ്ദേശങ്ങൾ നടക്കാതിരുന്നിട്ടില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെറുതെ ക്ഷോഭിക്കരുതെന്ന്. അതാണ് നല്ലൊരു വീട്ടമ്മയ്ക്ക് യോജിച്ചത്. എന്നെ നീ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണോ? അല്ലേ അല്ല, എല്ലാം യാദൃച്ഛികം. അറിഞ്ഞ് പെരുമാറുന്നതാണ് എല്ലാവർക്കും നല്ലത്. നിന്നെ എനിക്ക് ശരിക്കറിയാം. നിന്റെ ഒരു മോഹവും ഈ വീട്ടിൽ വില പോവില്ല. നിങ്ങളെ എനിക്കും അറിയാം. എന്റെ മോഹങ്ങൾ സാധിച്ചു തരാൻ നിങ്ങൾ മുൻകൈയെടുക്കും. ഞാൻ അവസാനമായി പറയുകയാണ്, ദീപ എന്റെ മോളാണ്. അതുപോലെ എന്റെ ലവറുമാണ്. വീണ്ടും തന്നോട് ഞാൻ പറയുകയാണ്, ദീപ ഇനി കാണരുത്. കണ്ടാൽ ഭയപ്പെടുത്തുകയാണോ? അതെ. എന്റെ ബൈക്ക് കേടായി. കുറെ നേരമായി ശ്രമിക്കുന്നു, സ്റ്റാർട്ട് ആവുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ചെറിയൊരു ഹെൽപ്പ് ചെയ്താൽ, ഐ മീൻ ഒരു ലിഫ്റ്റ് തന്നാൽ അടുത്ത ജംഗ്ഷനിൽ ഞാൻ ഇറങ്ങി ഏതെങ്കിലും ഒരു മെക്കാനിക്കിനെ കൂട്ടി വരാമായിരുന്നു. രാത്രി ആയതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കുന്നു. കയറൂ. താങ്ക് യു. പേര് പറഞ്ഞില്ല. ഞാൻ സുശീൽ കുമാർ. ഞാൻ പ്രഭാവതി. എസ്റ്റേറ്റിൽ പോയിട്ട് വരുന്നു. എന്താ കാര്യം? റോഡ് ബ്ലോക്കാണ്. എന്തു പറ്റി? കടലുണ്ടി പാലം തകർന്ന് ട്രെയിൻ പുഴയിൽ വീണു. അവിടെ ആകെ ട്രാഫിക് ജാമാണ്. തിരിച്ചു പോകുന്നത് നല്ലത്. പിന്നെ ഈ വഴി പോകാം, പക്ഷെ റോഡ് അല്പം മോശമാണ്. സൂക്ഷിച്ചു പോയാൽ കൊള്ളാം. ശരിയാട്ടെ. വലിയ കട്ടറില വീഴുന്നെന്ന് തോന്നുന്നു. മാഡം കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ പ്ലീസ്. എന്റെ ഫ്രണ്ടിന്റെ വീടാ. മഴ തീരുന്നവരെ നമുക്ക് നിൽക്കാം. തന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ആരാ അവര്? അതൊക്കെ പറയാം. താനും കൊണ്ട് വാ. വന്നേന്ന്.
ഏതായി കേസ്? അതൊക്കെ പറയാം. നേരം ആകെ നനഞ്ഞല്ലോ. അകത്ത് പോയി വസ്ത്രം പിഴിഞ്ഞുണക്കിക്കൊള്ളു. സ്വന്തം വീട് പോലെ കരുതിയാ മതി കേട്ടോ. ചെല്ലു ചെല്ലു. ഞാൻ 3 എണ്ണം കഴിഞ്ഞിരിക്കുക. ഈ തണുപ്പത്ത് ഇതുകൂടി ഇല്ലെങ്കിൽ ശരിയാവില്ല. വാടോ. സുശി, സുശി, മേഡം, ഒക്കെ സാറിനറിയാം. സാറെല്ലാം പറഞ്ഞിട്ടുണ്ട്. വാ പുറത്ത്. അടുത്ത് വരരുത്. ഇളയമ്മ എതിർക്കും. പിന്നെ സ്വന്തം അമ്മയല്ലല്ലോ, അതാ ഒരു സമാധാനം. എനിക്ക് അങ്ങനെ കരുതാൻ പറ്റില്ല. അമ്മയുടെ സ്ഥാനം അവർക്ക്. അതിങ്ങനെ ഒരു പാരയായാലോ? ഞാൻ നിന്നെ ഒന്ന് തൊട്ടുപിടിച്ചു എന്ന് വെച്ച് എന്താ ഒരു കുഴപ്പം? വേണ്ടട്ടോ, കുറച്ച് ഓവർ ആവുന്നുണ്ട്. നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എങ്ങനെ ഓവറാവാതിരിക്കും? അച്ഛൻ എതിർക്കില്ല, ചേട്ടനും എതിർക്കില്ല. ചേട്ടന്റെ തുറുപ്പ് ചീട്ട് എന്റെ കയ്യിലുണ്ട്. ഓ, ശാലിനിയുടെ കാര്യമായിരിക്കും. ഭാഗ്യവാൻ, അവന്റെ സമയം. നമ്മളും മോശമല്ലല്ലോ. സംസാരിക്കുന്നതിൽ കൂടുതൽ പ്രവൃത്തിയല്ലേ? അതിനുള്ളതാണ് ഈ പ്രായം. അല്ലാതെ പുരാണം പറഞ്ഞിരിക്കാൻ ആരെങ്കിലും പ്രേമിക്കുവോ? എന്നെ പറ്റിച്ചാലുണ്ടല്ലോ. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ആദ്യാനുരാഗമാണിത്. അത് ഞാൻ ആസ്വദിക്കും. കല്യാണം കഴിഞ്ഞാ പിന്നെ ഈ സുഖം കിട്ടില്ലല്ലോ മോളെ. ഏത് സുഖം? വേലിചാട്ടം, ഒളിച്ചുകളി. ഇനി ആരും ഒളിക്കണ്ട. എന്താ ജീവന്റെ തുടിപ്പ് വല്ലതും? അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഓ സുശീലേട്ടോ. ഏ? ഏയ്. പേടിച്ചല്ലേ? പേടിയൊന്നുമില്ല. വേറെ ആരെങ്കിലും ഇങ്ങനെ വന്നാലോ? നല്ല കവാത്ത് കത്തിയിരിപ്പുണ്ട്. അമ്മേ, എന്തിനാ അമ്മയെ വിളിച്ചത്? നീ എന്നെ കവാത്തിയല്ലേ? ശ്ശോ, വീട്. എന്തൊരു ശക്തിയാ! ഞാൻ വേറെ ആളുടെ കാര്യം പറഞ്ഞത്. പെണ്ണിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? അങ്ങനെ കീഴ്പ്പെടുത്താനൊന്നും നോക്കണ്ട കേട്ടോ. ഞാൻ മാനേജർ ശിവദാസന്റെ മോളാ. സമ്മതിച്ചു. അയാളുടെ എല്ലാ വേണ്ടാത്തങ്ങളും മോക്കും കിട്ടിയിട്ടുണ്ട്. കൂടുതലൊന്നും പറയണ്ട. എന്തായി ദീപ വിത്ത് സുശീൽ ലവ് സ്റ്റോറി? അത് കുഴയുന്ന മട്ട. ഇളയമ അടുക്കുന്ന ലക്ഷണമില്ല. ഇതുവരെ ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. എതിർക്കുമ്പോൾ പ്രേമത്തിന് വാശി കൂടും. സുശീൽ നല്ലവനാണ്, പക്ഷേ ഇളയമ എതിർക്കുന്നു. അതാ മനസ്സിലാവാത്തത്. കൂട്ടുകാരന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ പഴയ വാച്ച്മാന്റെ മകളുടെ സ്ഥിതി എന്തായിരിക്കും? അതാ ഞാനും ചിന്തിക്കുന്നത്. ഇളയമയെ എതിർക്കാനാവില്ല. എല്ലാ അർത്ഥത്തിലും പ്രിയപ്പെട്ട അമ്മയാണവർ. പേടിച്ചു മാറിയാലുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ അച്ഛൻ എന്തൊക്കെയോ സംശയമുണ്ട്. സംശയം തീർക്കാം. നമ്മൾ എന്തിനാ വേണ്ടാത്തത് ചിന്തിച്ച് മൂട് കളയുന്നത്? അയ്യോ അച്ഛൻ, അങ്ങേർക്ക് അവിടെ ഒരുപാട് പണിയുണ്ട്. വീട് ഇപ്പൊ നിന്റെ അച്ഛൻ വന്നാ നേരിട്ട് ഞാൻ കാര്യം പറയും.
പറ്റില്ലെന്ന് പറഞ്ഞ ബലമായി പിടിച്ചോണ്ട് പോവും. അപ്പൊ വഴിക്ക് വരും. മകനെ സുദേവ, ഇതാ എന്റെ സീമന്തപുത്രി, സ്വന്തമാക്കിക്കോളൂ. ശാലിനി, അച്ഛാ, മിണ്ടരുത്. എന്താ ഇവിടെ? ഞാൻ ശാലിനിയെ അറിഞ്ഞു, പലരും പറഞ്ഞു കേട്ടു. നേരിട്ട് കാണാനാവുന്നത്. ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളുടെ ആശ്രിതനാ, പക്ഷെ എന്റെ മോളെ അങ്ങനെ കാണരുത്. അച്ഛാ, ശാലിനിയെ എനിക്കിഷ്ടമാണ്. വീട്ടുകാർക്കോ? നിങ്ങൾ മുതലാളിയും ഞാൻ തൊഴിലാളിയുമാണ്. ഈ ബന്ധം ശാശ്വതമല്ല. ഞാൻ അങ്ങനെയല്ല നിങ്ങളെ കാണുന്നത്. സുദേവൻ വളരെ ചെറുപ്പമാണ്. മറ്റുള്ളവരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. ശാലിനിയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു മോളേ ഉള്ളൂ. ചീത്തപ്പേരുണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമല്ല. വീട്ടിലെ തീരുമാനങ്ങൾ അറിഞ്ഞിട്ട് ഇനി നിങ്ങൾ തമ്മിൽ കണ്ടാ മതി. സുദേവൻ പോ. അച്ഛാ. ഉം. ഉം.